യെസ്, അരിതമരി സീക്വൻസ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിതമരി സീക്വൻസ് ഈസ് 4. ഫസ്റ്റ് ടേമിന് നമ്മൾ എന്താ പറയാ? എടാ പറയടാ, ഫസ്റ്റ് ടേമിന് എന്താ പറയാ? x1 എഴുതിക്കോളൂ, ഒപ്പം എഴുതിക്കോളൂ. ഫസ്റ്റ് ടേം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എഴുതി വെച്ചാൽ മതി. ഫസ്റ്റ് ടേമിന് നമ്മൾ എന്താ പറയാ? ഫസ്റ്റ് ടേമിന് എന്താ പറയാ? 4 അല്ലെങ്കിൽ x1 എന്ന് പറയാം. കോമൺ ഡിഫറൻസിന് എന്താണ് പറയാ? d. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. വേഗം നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. 10 ടേംസിന്റെ സമ്മ് കാണണം. എന്താണ് ഇക്വേഷൻ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ എഴുതാം. എന്താണ് ഇക്വേഷൻ ഒന്ന് പറഞ്ഞാൽ? ഏത് ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ ഏതാ? Sn = n/2 × 2f + n - 1 × d. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. യെസ്, Sn = n/2 ഇൻറ്റു, എന്റെ കൂടെ ചെയ്തോളൂ. Sn = n/2 ഇൻറ്റു 2f + n - 1 ഇൻറ്റു d. ഇത് ക്ലിയർ ആണോ? അല്ലേ? ഇത് ക്ലിയർ ആണോ? ഇതിന്റെ കൂടെ ചെയ്യണ വേണ്ട, അല്ലെങ്കിൽ സമയം കിട്ടൂല നമുക്ക്, ഉറപ്പല്ലേ? ദെൻ 10 എന്നുള്ള സ്ഥലത്ത് എന്ത് കൊടുക്കണം മക്കളെ? n എന്നുള്ള സ്ഥലത്ത് എന്ത് കൊടുക്കണം? n എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? 10. സോ S10. ഇത് ക്ലിയർ ആണോ? അല്ലേ? n/2 n/2 10/2 വരും. n/2 എന്ന് പറഞ്ഞാൽ 10/2 വരും. n/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 10/2. വാട്ട് ഈസ് 10/2? 5. f എന്ന് പറഞ്ഞാൽ 4 ആണ്. 2f എന്താ? f എന്ന് പറഞ്ഞാൽ 4 ആണ്. 2f എന്താ? f എന്ന് പറഞ്ഞാൽ 4. 2f എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്? 8. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. n-1 എന്ന് പറഞ്ഞാൽ എന്താണ്? n-1 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 അല്ലെ? 9 ഇൻറ്റു d. വാട്ട് ഈസ് d? വാട്ട് ഈസ് d? 3. സോ ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. 8 + 9 × 3 27 അല്ലെ? സോ ആൻസർ വേഗം എഴുതിക്കോളൂ. 8 + 27 എത്രയാണ്? 8 + 27 എത്രയാണ്? 35 അല്ലെ? 35 × 5 ആയിരിക്കും ആൻസർ. സൈഡിൽ വേഗം ചെയ്തു നോക്കുക. ആൻസർ എത്രയാണ്? 175 എന്ന് കിട്ടും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എ ക്വസ്റ്റ്യൻ. പക്ഷേ ബി ക്വസ്റ്റ്യൻ അത്ര സിമ്പിൾ അല്ല. ബി ക്വസ്റ്റ്യന് അപാര ലോജിക്ക് വേണം ബി ക്വസ്റ്റ്യൻ കത്താൻ വേണ്ടിയിട്ട്. നേരെ നോക്കിയിരുന്നോളൂ. കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സമ്മാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്ര ടേംസിന്റെ? 10 കോൺസിക്യൂട്ടീവ് ടേംസിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് മുതലുള്ളത് എന്നറിയോ? ഏത് മുതലുള്ളത്? സെക്കൻഡ് മുതൽ 11th വരെ ഉള്ളത് എന്ന് പറഞ്ഞാലേ, ഇങ്ങോട്ട് നോക്ക്. സെക്കൻഡ് മുതൽ തുടങ്ങും. അങ്ങനെ പോയിട്ട് ഏത് മുതൽ വരെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം? ഏത് വരെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം? x11 വരെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് എന്റെ കുട്ടികൾക്ക് മനസ്സിലായോ? ക്വസ്റ്റ്യൻ ആണ് വായിക്കേണ്ടത്, ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാവേണ്ടത്. ആൻസർ ഈസ് വെരി സിമ്പിൾ. ക്വസ്റ്റ്യൻ ആണ് എന്റെ കുട്ടികൾ പഠിക്കേണ്ടത്. ഏത് മുതലുള്ള ടേംസിന്റെ സമ്മ കാണണ്ട്? സെക്കൻഡ് ടേം മുതൽ ഏത് വരെ ഉള്ളത്? 11th ടേം വരെയുള്ള സമ്മാണ് കാണേണ്ടത്. നമുക്കിപ്പോ എന്ത് സമ്മ അറിയുന്നത്? ആദ്യത്തെ 10 വരെയുള്ള സമ്മ് നമുക്കറിയതാ. ഇത് വരെയുള്ള സമ്മ് നമുക്കറിയാം. അറിയൂലേ? ആദ്യത്തെ 10 വരെയുള്ള സമ്മ് നമുക്കറിയാം. അപ്പൊ അത് അറിയുന്നത് കൊണ്ട് ഞാൻ ഇവിടെ എഴുതി വെക്കുകയാണ്. S10 നമുക്കറിയാം. അതിന്റെ കൂടെ എന്തും കൂടി കൂട്ടണം. x11 കൂടെ ആഡ് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആരിവിടെ വേണ്ട? x1 ഇവിടെ വേണ്ടാത്ത ആളെ നമ്മൾ എന്നേക്കുമായിട്ട് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ക്ലിയർ ആണോ? അല്ലേ? ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒന്നും കൂടി മെല്ലെ പറഞ്ഞു തരികയാണ് മക്കളെ. 10 വരെയുള്ള സമ്മ് നമുക്കറിയാം. 10 വരെയുള്ള സമ്മ് നമുക്കറിയാം. ഓക്കെ ആണോ? ഇനി അതിന്റെ കൂടെ എന്തും കൂടി നമുക്ക് ആവശ്യമുണ്ട്? 11ാമത്തെ ടേം കൂടി നമുക്ക് ആവശ്യമുണ്ട്. 11 കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഈ 11 കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇതുവരെ മനസ്സിലായോ? പക്ഷെ ഇത് ഏത് മുതലാ തുടങ്ങുന്നത്? x2 മുതലാണ് തുടങ്ങേണ്ടതുള്ളൂ. അപ്പൊ ഇതിൽ ആര് വേണ്ട? S1 വേണ്ടാത്തവരെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ക്ലിയർ ആണോ? സോ എന്റെ കൂടെ ചെയ്തോളൂ. വേഗം ചെയ്യുക. ഈ ലൈൻ എഴുതിയോ?
വാട്ട് ഈസ് S10? S10 എന്ന് പറഞ്ഞാൽ എന്താണ്? 175. S10 എന്ന് പറഞ്ഞാൽ എന്താണ്? 175. ഇനി രണ്ട് മെത്തേഡ് വെച്ച് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ 11th ടേം കാണുക, എന്നിട്ട് ഫസ്റ്റ് ടേമും കാണുക, അത് രണ്ടും മൈനസ് ചെയ്യുക, അങ്ങനെയും പറ്റും. അല്ലെങ്കിൽ ഇവിടെ സിമ്പിൾ ട്രിക്ക്, 11th ടേം എന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ എന്താണ്? 10D ആണ്. 10 കോമൺ ഡിഫറൻസ് അല്ലേ? ഫസ്റ്റ് ടേം ഇവിടെ ഉണ്ട്, 11th ടേം അവിടെ ഉണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തമ്മിൽ എത്ര കോമൺ ഡിഫറൻസ് ഉണ്ട്? ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തമ്മിൽ ഒരു കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേമും തേർഡ് ടേമും തമ്മിൽ എത്ര കോമൺ ഡിഫറൻസ് ഉണ്ട്? 2 അല്ലേ? അങ്ങനെയാണെങ്കിൽ 11th ടേമും ഫസ്റ്റ് ടേമും തമ്മിൽ എത്ര കോമൺ ഡിഫറൻസ് ഉണ്ട്? എത്ര കോമൺ ഡിഫറൻസ് ഉണ്ട്? 10. സോ ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. 175 അതുപോലെ എഴുതുക. 10 ഇൻറ്റു ഡി എത്രയാണ് നോക്കൂ. ഡി എത്രയാണ്? 3. സോ വേഗം ആൻസർ വേഗം കണ്ടുപിടിക്കുക. 175 പ്ലസ് 10 ഇൻറ്റു 3. വാട്ട് ഈസ് 10 ഇൻറ്റു 3? 30. സോ ആൻസർ എത്ര കിട്ടും? 205 എന്ന് ആൻസർ കിട്ടും. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. വേഗം ഇപ്പൊ തന്നെ അടുത്ത ആൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, അപ്പൊ പഠിക്കും.